ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടെങ്കിലും കേരളത്തിൽ ഇത്തവണയും ആത്മവിശ്വാസക്കുറവിൽ ബി.ജെ.പി. എത്ര സീറ്റ് നേടാൻ കഴിയുമെന്ന ചോദ്യത്തിന് അതിനല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് വി മുരളീധരന്റെ മറുപടി. കുമ്മനത്തെ തഴഞ്ഞതിലും ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ഒതുക്കിയതിലും പ്രവർത്തകർക്ക് അതൃപ്തി. രണ്ടക്കത്തിൽ കൂടുതൽ സീറ്റ് ഇത്തവണ കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിക്കുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം. എന്നാൽ ആ ആത്മവിശ്വാസത്തിലായിരുന്നില്ല ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന ശേഷമുള്ള ആറ്റിങ്ങലിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രതികരണം. കേരളത്തിൽ എത്ര സീറ്റ് ലഭിക്കുമെന്ന ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി ഇങ്ങനെ: അതിനാണ് തെരഞ്ഞെടുപ്പ്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം നേരത്തെ അറിഞ്ഞിട്ടും തിരുവനന്തപുരത്തെ ബി.ജെ.പി. ക്യാമ്പിലും ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. കുമ്മനം രാജശേഖരൻ ഏതെങ്കിലും ഒരു A+ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രഖ്യാപനം വന്നപ്പോൾ കുമ്മനം രാജശേഖരനെ തഴഞ്ഞു. പത്തനംതിട്ട സീറ്റ് ലഭിക്കാത്തതിൽ PC ജോർജ് കടുത്ത അതൃപ്തിയിലും ആണ്. ഇവിടെ പാർട്ടി പ്രഖ്യാപനം ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റണി എന്നൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത്. വളരെ മാത്രം അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി. ഡൽഹിയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞ് ആലപ്പുഴ സീറ്റിൽ ഒതുക്കി. വി ജോയ് ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥിയായതോടെ വി മുരളീധരൻ 3ാം സ്ഥാനം ഉറപ്പിച്ചുവെന്നാണ് പ്രവർത്തകർക്കിടയിലെ അടക്കം പറച്ചിൽ. ചുരുക്കത്തിൽ ബി.ജെ.പി. പുറത്തുവിട്ട ആദ്യഘട്ട പട്ടികയിൽ വിജയസാധ്യത ഒന്നുമില്ലെന്നാണ് വിലയിരുത്തൽ. വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.